നമസ്കാരം. ന്യൂസ് റൂം ലൈവ് ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. SFI വെല്ലുവിളി ഏറ്റെടുക്കാൻ ഗവർണർ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ ഗസ്റ്റ് ഹൌസിൽ താമസിക്കും. ക്യാമ്പസിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്നായിരുന്നു SFI വെല്ലുവിളി. ക്യാമ്പസിലും പുറത്തും വൻ പോലീസ് സന്നാഹം. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിന്റെ വാദം പൊളിയുന്നു. യോഗ തീരുമാനം വിശദീകരിച്ച കത്ത് ന്യൂസ് 18. ജനറൽ കൌൺസിൽ യോഗം ചേർന്നിട്ടില്ല എന്നായിരുന്നു രഞ്ജിത്തിന്റെ വാദം. പുലിയെ പിടികൂടാൻ ധോണിയിൽ കൂട് സ്ഥാപിച്ചു. വയനാട് വാഗേരിയിൽ കർഷകന്റെ ജീവനെടുത്ത കടുവയ്ക്കായുള്ള തെരച്ചിൽ തുടരുന്നു. തെരച്ചിലിനായി കുങ്കിയാനകളും 5 പെട്രോളിംഗ് ടീമും. പാർലമെന്റ് അതിക്രമ കേസിൽ വ്യക്തത കണ്ടെത്താൻ കഴിയാതെ പോലീസ്. അതിക്രമത്തിന് പിന്നിലെ ലക്ഷ്യവും തീവ്രവാദ ബന്ധവും അന്വേഷിക്കുന്നു. കൂടുതൽ പേർക്ക് ഗൂഢാലോചനയിൽ പങ്കുണ്ടോ എന്നും അന്വേഷിക്കും. ആലപ്പുഴ വെള്ളാപ്പള്ളിയിൽ ഫർണിച്ചർ കടയ്ക്ക് തീപിടിച്ചു. പഴയ ഫർണിച്ചർ വിൽക്കുന്ന കടയ്ക്കും ഗോഡൌണിനുമാണ് തീപിടുത്തം. സംഭവം രാവിലെ 5 മണിക്ക്. ശബരിമലയിൽ തിരക്ക് തുടരുന്നു. ഇന്നലെ എത്തിയത് 86,408 തീർത്ഥാടകർ. ഇന്ന് 1 ലക്ഷത്തോളം പേരെത്തുമെന്ന കണക്ക്. തിരക്ക് നിയന്ത്രിക്കാൻ സംവിധാനങ്ങൾ തയ്യാറെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ക്യാമ്പസുകളിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന SFI വെല്ലുവിളിക്കിടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെത്തും. ക്യാമ്പസിലെ ഗസ്റ്റ് ഹൌസിലാണ് 3 ദിവസം ഗവർണർ തങ്ങുക. കോഴിക്കോട്ടെ വിവാഹ ചടങ്ങിലും സർവകലാശാലയിലെ പരിപാടിയിലും പങ്കെടുക്കാനെത്തുന്ന ഗവർണർ SFIയുടെ വെല്ലുവിളിയുടെ പശ്ചാത്തലത്തിൽ താമസം സർവകലാശാല ഗസ്റ്റ് ഹൌസിലേക്ക് മാറ്റുകയായിരുന്നു. വൈകിട്ട് സർവകലാശാലയിലെത്തുന്ന ഗവർണർക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് SFI വ്യക്തമാക്കിയിട്ടുണ്ട്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വൻ പോലീസ് സന്നാഹമാണ് ക്യാമ്പസിന് അകത്തും പുറത്തും ഒരുക്കിയിരിക്കുന്നത്. MS അനീഷ് കുമാർ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. അനീഷ്, എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഗവർണർ അവിടെ എത്തുന്നു. നാളെ ചില സ്വകാര്യ പരിപാടികളിൽ പങ്കെടുക്കുന്നു. മറ്റന്നാൾ മുതൽ 3 ദിവസം ഇത്തരത്തിൽ ക്യാമ്പസിൽ ഉണ്ടാകുമെന്ന് ഗവർണർ വ്യക്തമാക്കിയ സാഹചര്യമാണ് ഉള്ളത്. എന്ത് പ്രതീക്ഷിക്കണം? വെല്ലുവിളിച്ച് ഗവർണർ എത്തുന്നു. ഒപ്പം തന്നെ SFIയും അതേ നിലപാട് തുടരുന്നു. രഞ്ജിനി, വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണത്തിന് ഗവർണർ ചൂട്ടുപിടിക്കുന്നു എന്ന ആക്ഷേപവുമായാണ് SFI ഗവർണർക്കെതിരെ പ്രതിഷേധം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ കാലിക്കറ്റ് സർവകലാശാലയിലടക്കം സെനറ്റ് മെമ്പർമാരായി RSS ബന്ധമുള്ള ആളുകളെ ഗവർണർ നേരിട്ട് നിയമിക്കുന്നു. സർവകലാശാലയും സർക്കാരും ഒന്നും നൽകുന്ന പട്ടിക കണക്കിലെടുക്കാതെ സ്വന്തം രീതിയിലുള്ള പട്ടികയുമായി ഗവർണർ മുന്നോട്ട് നീങ്ങുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം നീക്കങ്ങളെ അനുവദിക്കാനാവില്ല എന്നാണ് SFI പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്ത് ഗവർണർക്കെതിരെ ഒരു കരിങ്കൊടി പ്രതിഷേധം നടത്തിയിരുന്നു. അവിടെ അത്യന്തം പ്രകോപനം ഉയർത്തുന്ന രീതിയിൽ ഗവർണർ തന്നെ കാറിൽ നിന്നും പുറത്തേക്ക് ഇറക്കി ഒരു സംഘർഷം സൃഷ്ടിക്കാനുള്ള ശ്രമം നടത്തി എന്നാണ് SFI ആരോപിക്കുന്നത്. എന്തായാലും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗവർണറുടെ കാറിന് കേടുവരുത്തിയെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ചുമത്തി അതീവ ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തി SFI പ്രവർത്തകർക്കെതിരെ കേസെടുക്കുകയും അവരെ അറസ്റ്റ് ചെയ്യുകയും റിമാൻഡിലേക്ക് വിടുകയും ചെയ്തു. ഇത്തരമൊരു സാഹചര്യത്തിലും ഗവർണർക്കെതിരെ യാതൊരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. സംസ്ഥാനത്തെ ഒരു ക്യാമ്പസുകളിലും ഗവർണറെ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന നിലപാടിലേക്കാണ് SFI എത്തിയത്. ഇതിന് പിന്നാലെയാണ് SFIയുടെ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് ഗവർണർ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ കാലുകുത്തുക മാത്രമല്ല 3 നാൾ തങ്ങുകൂടി ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നേരത്തെ കോഴിക്കോട്ടെ പരിപാടികൾ എത്തുമ്പോൾ കൂടുതൽ സൗകര്യങ്ങളുള്ള കോഴിക്കോട് ഗസ്റ്റ് ഹൌസുകൾ അടക്കമുള്ള ഇടങ്ങളുണ്ട്. അവിടെ നിന്നുള്ള താമസമൊക്കെ ഒഴിവാക്കി സർവകലാശാല ക്യാമ്പസിന് ഉള്ളിലെ ഗസ്റ്റ് ഹൌസുകളിൽ താമസിച്ചുകൊണ്ട് SFIയെ നേരിടാൻ തന്നെയാണ് ഗവർണർ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം 6:00 കരിപ്പൂർ വിമാനത്താവളത്തിൽ ഗവർണർ എത്തുന്നത്. അതിനുശേഷം റോഡ് മാർഗം ഏതാണ്ട് 10 കിലോമീറ്റർ അകലെയുള്ള സർവകലാശാല ക്യാമ്പസിലേക്ക് എത്തും. തുടർന്ന് ഇന്ന് രാത്രി ക്യാമ്പസിൽ തങ്ങിയ ശേഷം രാവിലെ ഗവർണർ പാണക്കാട് കുടുംബത്തിലെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനായി കോഴിക്കോട് സ്വപ്ന നഗരിയിലെ ആളിലേക്ക് പോകും. അവിടെ നിന്നും വിവാഹ ചടങ്ങ് കഴിഞ്ഞ് നേരെ തിരിച്ച് വീണ്ടും സർവകലാശാല ക്യാമ്പസിൽ അദ്ദേഹം എത്തും. മറ്റന്നാൾ തിങ്കളാഴ്ച ഗവർണർ പങ്കെടുക്കുന്ന സനാതന ധർമ്മ ചെയറും ഭാരതീയ വിചാര കേന്ദ്രവും സംഘടിപ്പിക്കുന്ന ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട ഒരു സെമിനാറുണ്ട്. ആ സെമിനാർ ചടങ്ങിൽ 2:30 ഗവർണർ പങ്കെടുക്കുകയും ചെയ്യും. അതായത് ഇന്നും നാളെയും മറ്റന്നാളും സർവകലാശാല ക്യാമ്പസിൽ തന്നെ ഗവർണർ ഉണ്ടാവും. ഈ നിലവിലെ ഈ SFIയുടെ സമരപ്രഖ്യാപനവും ഗവർണറുടെ മറുപടിയുമെല്ലാം കണക്കിലെടുത്ത് വലിയ സുരക്ഷാ സന്നാഹങ്ങൾ തന്നെ ക്യാമ്പസിൽ പോലീസ് ഒരുക്കിയിട്ടുണ്ട്. കൊണ്ടോട്ടി DYSPക്കാണ് സുരക്ഷാ ചുമതല. ഏതാണ്ട് 6 CIമാരെയും 300ഓളം
പോലീസുകാരെയും ഗവർണർ സുരക്ഷയ്ക്കായി നിയോഗിക്കും എന്ന് നേരത്തെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി അറിയിച്ചിരുന്നു. എയർപോർട്ടിൽ എത്തുന്ന സമയം മുതൽ ക്യാമ്പസിലേക്കുള്ള വഴികൾ, ക്യാമ്പസിന്റെ വിവിധയിടങ്ങൾ, ഹോസ്റ്റലിന്റെ ഭാഗം, മറ്റേ ഗസ്റ്റ് ഹൗസിനോട് ചേർന്ന ഇടങ്ങൾ, മറ്റ് ഓഡിറ്റോറിയം അടക്കമുള്ള ഇടങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം കർശനമായ സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കും. കാരണം SFIക്ക് നിർണായകമായ സ്വാധീനമുള്ള ക്യാമ്പസിൽ വിദ്യാർത്ഥികളിൽ ഏറിയ പങ്കും SFIയെ പിന്തുണയ്ക്കുന്ന ആളുകളാണ്. സർവകലാശാല യൂണിയൻ ഭരണം, ഒപ്പം ഈ സ്റ്റുഡന്റ് യൂണിയൻ, ഈ ക്യാമ്പസിൽ സ്റ്റുഡൻസ് യൂണിയൻ എന്നിവയൊക്കെ ഭരിക്കുന്നത് SFI തന്നെയാണ്. അതുകൊണ്ട് പരമാവധി വിദ്യാർത്ഥികളെ ഇറക്കി പ്രതിഷേധിക്കാനുള്ള ഒരു നിലപാടാണ് SFIയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുക. ഏത് തരത്തിലാണ് സമരം നടത്തുന്നതെന്ന് ഇനിയും പ്രഖ്യാപിച്ചിട്ടില്ല. പ്രതിഷേധിക്കുമെന്ന് SFI വ്യക്തമാക്കുമ്പോൾ ഏത് തരത്തിലുള്ള പ്രതിഷേധം എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നു. ക്യാമ്പസിൽ തന്നെ താമസിക്കുമെന്ന നിലപാടിൽ ഗവർണറും ഉറച്ചു നിൽക്കുന്നു. ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധം ശക്തമാക്കാൻ CPM വിദ്യാർത്ഥി സംഘടനയായ SFIയുടെ പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ അധ്യാപകരും സർവകലാശാല ജീവനക്കാരും ഇന്ന് രാജ്ഭവൻ മാർച്ച് നടത്തും. ചാൻസലർ പദവിയുടെ ഔന്നിത്യം കാത്തുസൂക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് മാർച്ച്. സംഘടനകൾ സംയുക്തമായാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നത്. ചലച്ചിത്ര അക്കാദമി ജനറൽ കൌൺസിൽ അംഗങ്ങൾ സമാന്തര യോഗം ചേർന്നിട്ടില്ല എന്ന അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് പറഞ്ഞത് തെറ്റ്. യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ച് മന്ത്രിക്ക് നൽകിയ കത്ത് ന്യൂസ് 18 ലഭിച്ചു. കുക്കു പരമേശ്വരൻ ഉൾപ്പെടെ 9 പേർ ഒപ്പിട്ട കത്തിൽ രഞ്ജിത്തിനെ തിരുത്തുകയോ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റുകയോ ചെയ്യണമെന്നാവശ്യപ്പെടുന്നു. VV അരുൺ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്നു. അരുൺ, ഇന്നലെ രഞ്ജിത്ത് മാധ്യമങ്ങളെ കണ്ടപ്പോഴും ഇപ്പോൾ പറഞ്ഞ ആ നിലപാടാണ് ആവർത്തിച്ചത്. അങ്ങനെ ഒരു സമാന്തര യോഗം ചേർന്നിട്ടില്ല, ഫെസ്റ്റിവലിന്റെ ഭാഗമായി സ്ഥിരം നടക്കുന്ന യോഗങ്ങൾ മാത്രമാണ് ചേർന്നത്, അതിലൊരു വിമത സ്വരമൊന്നും ഇല്ല എന്നാണ് വ്യക്തമാക്കിയത്. ഇപ്പോൾ ഈ 9 പേർ ചേർന്ന ആ യോഗത്തിന്റെ അതുമായി ബന്ധപ്പെട്ട് മന്ത്രിക്ക് നൽകിയ കത്തിന്റെ വിശദാംശങ്ങളടക്കമാണ് പുറത്തു വരുന്നത്. എന്താണ് കൂടുതൽ സാഹചര്യം? ഒപ്പം തന്നെ മന്ത്രിക്കാണ് കത്ത് നൽകിയിരിക്കുന്നത്. എന്ത് സാധ്യത മുന്നിൽ കാണണം? പറഞ്ഞത് ശരിയല്ല എന്ന് ഇന്നലെ തന്നെ ജനറൽ കൗൺസിൽ അംഗങ്ങൾ, അക്കാദമി കൗൺസിൽ അംഗങ്ങൾ വാർത്താ മാധ്യമങ്ങളെ കണ്ട് വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ അവർ അന്ന് ചേർന്ന് തയ്യാറാക്കിയ കത്തിന്റെ, മന്ത്രിക്ക് തയ്യാറാക്കിയ കത്തിന്റെ പകർപ്പാണ് പുറത്തു വരുന്നത്. അതിൽ തീരുമാനങ്ങളായി പ്രധാനമായും പറയുന്നത്, ഫെസ്റ്റിവൽ ജോലികളിൽ സജീവമായി ഏർപ്പെട്ടിരുന്ന കുക്കു പരമേശ്വരനെ താൽക്കാലിക ജീവനക്കാരി അപമാനിച്ചു, അവഹേളിച്ചു. ഈ ജീവനക്കാർക്ക് നടപടി വേണമെന്ന്, അടിയന്തര നടപടി വേണമെന്ന് ആവശ്യപ്പെടുന്നു. ഈ പ്രശ്നത്തിൽ അക്കാദമി ചെയർമാൻ ഏകപക്ഷീയ ജനാധിപത്യ വിരുദ്ധമായ നിലപാടാണ്, ഏകപക്ഷീയവും ജനാധിപത്യ വിരുദ്ധമായ നിലപാടാണ് സ്വീകരിച്ചത്. കുക്കു പരമേശ്വരനോട് കാണിച്ചത്. ഫെസ്റ്റിവൽ ജോലികൾ അവസാനിപ്പിച്ച് വീട്ടിൽ പോകാൻ പരുഷമായ ഭാഷയിൽ കുക്കു പരമേശ്വരൻ ചെയർമാൻ ആജ്ഞാപിച്ചുവെന്ന് ഈ കത്തിൽ പറയുന്നു. കൂടാതെ അക്കാദമിക്കും സർക്കാരിനും അവമതിപ്പുണ്ടാക്കുന്ന പ്രവർത്തികളാണ് ചെയർമാൻ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒന്നുകിൽ അദ്ദേഹത്തെ തിരുത്താനോ അല്ലെങ്കിൽ തൽസ്ഥാർ നീക്കാനോ തയ്യാറാകണമെന്ന് ഈ അക്കാദമി ജനറൽ കൗൺസിൽ അംഗങ്ങൾ മന്ത്രിക്ക് നൽകിയ കത്തിൽ ആവശ്യപ്പെടുന്നത്. 9 പേരാണ് ഒപ്പിട്ട് കത്തിറങ്ങിക്കുന്നത്. പ്രകാശ് ശ്രീധർ, മനോജ് ഖാന, സോഹൻ സിംലാൽ, കുക്കു പരമേശ്വരൻ, CBK തോമസ്, N അരുൺ, ഷൈബു മുണ്ടക്കൽ, ജോബി MS തുടങ്ങി 9 പേരാണ് ഈ കത്ത് മന്ത്രിക്ക് നൽകിയത്. അക്കാദമിയിൽ വലിയ ആഭ്യന്തര തർക്കമുണ്ട്. രഞ്ജിത്തിന്റെ, ചെയർമാന്റെ നിലപാടുകൾക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് അംഗങ്ങൾ ഉന്നയിക്കുന്നത്. രഞ്ജിത്തിനെ ആ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കരുതെന്ന ആവശ്യമാണ് അവർ 4 പേർ മുഖ്യമന്ത്രിക്കെതിരെ കത്തിലും പിന്നീട് 9 പേർ സിനിമാ മന്ത്രി സജി ചെറിയാന്റെ കത്തിലും ആവശ്യപ്പെടുന്നത്. ഫെസ്റ്റിവൽ ഇന്നലെ സമാപിച്ചു. അതിനുശേഷം രഞ്ജിത്തിനെതിരെ കൂടുതൽ നീക്കങ്ങൾ ഉണ്ടാകുമെന്നാണ് അക്കാദമിക് കൗൺസിൽ അംഗങ്ങൾ പറയുന്നത്. അരുണ്, എന്തായാലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, അതിന്റെ സമാപന ചടങ്ങിലടക്കം രഞ്ജിത്ത് പ്രസംഗിക്കാൻ എണീറ്റപ്പോഴടക്കം വലിയ കൂകലാണ് പ്രേക്ഷകരുടെ ഭാഗത്തുനിന്നടക്കം ഉണ്ടായത്. ഇന്നിപ്പോൾ ഇത്തരത്തിൽ കത്തടക്കം പുറത്തുവരുന്ന ഒരു സാഹചര്യം, മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും നൽകിയ സാഹചര്യം എല്ലാം ഉണ്ട്. ഇതിലിപ്പോൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? തിരുത്തൽ ഉണ്ടാകുമോ, അതോ അതിനപ്പുറം ഒരു നടപടിയിലേക്ക് സർക്കാർ കടക്കാനുള്ള സാധ്യതയുണ്ടോ? രഞ്ജിത്ത് CPM നോമിനിയായി അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് വന്നയാളാണ്. നേരത്തെയൊക്കെ വലിയ വിമർശനങ്ങൾ, രഞ്ജിത്തിന്റെ ഭാഗത്തുനിന്ന് നിരവധി വീഴ്ചകൾ ഉണ്ടാകുമ്പോഴൊക്കെ വലിയ സർക്കാർ പൂർണ്ണമായും സംരക്ഷിക്കുകയായിരുന്നു. മികച്ച ചലച്ചിത്രകാരൻ എന്ന് പറഞ്ഞ് പരസ്യമായി തന്നെ സിനിമാ മന്ത്രി സജി ചെറിയാൻ രഞ്ജിത്തിനെ ചേർത്തു നിർത്തി. പക്ഷെ ഇപ്പോൾ അത്തരത്തിലൊരു പിന്തുണ പൂർണ്ണമായും കിട്ടുമോ എന്ന കാര്യത്തിൽ സംശയമാണ്. ഒന്നുകിൽ രഞ്ജിത്ത് ഈ പ്രശ്നങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ തെറ്റുതിരുത്തൽ നടപടികളിലേക്ക് പോകും, അല്ലെങ്കിൽ രഞ്ജിത്തിനെ മാറ്റാൻ തന്നെയാണ് സാധ്യത. നിർണായക തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ സിനിമാ സാംസ്കാരിക മന്ത്രി സജി ചെറിയാനുമാണ്. ഇന്നലെ തന്നെ പ്രശ്നങ്ങൾ ഉള്ളത് പരിഹരിക്കുമെന്ന് രഞ്ജിത്ത് പറഞ്ഞിരുന്നു. ഒരു തരത്തിൽ കുക്കു പരമേശ്വരനെ അനുനയിപ്പിയ തരത്തിലുള്ള നീക്കങ്ങളും രഞ്ജിത്തിന്റെ ഭാഗത്തും അക്കാദമിയുടെ ഭാഗത്തും
ഉണ്ടാകുന്നത്. എത്രത്തോളം അത് വിജയിക്കും, പ്രത്യേകിച്ചും ഇത്തരത്തിൽ അംഗങ്ങൾ ഒരു ഒറ്റക്കെട്ടായി ചെയർമാനെതിരെ നിൽക്കുമ്പോൾ ഇതിന് എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കുമെന്ന കാര്യം സങ്കീർണമാണ്. ഏതായാലും മുഖ്യമന്ത്രിയുടെ തീരുമാനമാകും ഏറ്റവും നിർണായകം. വി അരുണാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. നവകേരള സദസ് ആലപ്പുഴ ജില്ലയിൽ പര്യടനം തുടരുകയാണ്. മാവേലിക്കര, കായംകുളം, ചെങ്ങന്നൂർ മണ്ഡലങ്ങളിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പര്യടനം നടത്തും. പ്രതിഷേധിച്ചവർക്ക് നേരെ ഇന്നലെ ഉണ്ടായ പോലീസ് അതിക്രമത്തിൽ മുഖ്യമന്ത്രിക്കും പോലീസിനുമെതിരായ പ്രതിഷേധം ശക്തമാക്കുകയാണ് കോൺഗ്രസ്. ശരണ്യ സ്നേഹജൻ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. ശരണ്യ, ഇന്നിപ്പോൾ നവകേരള സദസ്സിന്റെ ജില്ലയിലെ അവസാന ദിവസമാണ്. വലിയ പ്രതിഷേധങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ഇന്നലത്തെ സംഭവം നമ്മൾ കണ്ടതാണ്. ഇന്നും അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്കുള്ള സാധ്യതയാണോ കാണുന്നത്? ഒപ്പം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുമ്പോൾ ഇതിനടക്കം ഒരു മറുപടി പ്രതീക്ഷിക്കാം. രഞ്ജിനി, തീർച്ചയായും വലിയ പ്രതിഷേധങ്ങൾക്ക് തന്നെ ഇന്നത്തെ ദിവസവും വേദിയാകുമെന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. കാരണം ഈ പ്രതിഷേധങ്ങൾക്ക് ശക്തി പകർന്നുകൊണ്ടാണ് ഇന്നലെ ഉച്ചയ്ക്ക് 3:30 ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുടെ സ്ക്വാഡിൽ നിന്നും വന്ന ആളുകൾ പ്രതിഷേധക്കാരെ മർദ്ദിച്ച സംഭവം. അത് വലിയ രീതിയിലൊരു പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. ഇന്നലെ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ പ്രതിഷേധിച്ചിരുന്ന KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് AD തോമസിനെയും ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അജയ്യെയും മർദ്ദിക്കുകയും തലയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും അജയുടെ കൈക്ക് ഒടിവുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ സമാധാനപരമായ റോഡരികിൽ നിന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ പിന്നീട് ലോക്കൽ പോലീസ് അവരെ പിടിച്ചുമാറ്റി അവരെ വരുതിയിലാക്കിയിട്ടും പിന്നാലെ വന്ന മുഖ്യമന്ത്രിയുടെ സ്ക്വാഡിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് ഗൺമാൻ അനിലാണ് ആദ്യം ഇറങ്ങി വന്ന ആ ചെറുപ്പക്കാരെ അടിക്കുന്നത്. അതിനുശേഷം ഉള്ള 6 അംഗ സംഘം അവരെ കീഴ്പ്പെടുത്തുകയായിരുന്നു. പോലീസുകാർക്കും ഇതിനിടയിൽ അരൂർ SIയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവരെ ആദ്യം പിടിച്ചു മാറ്റിയത്. അവർക്കും അടിയേൽക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. ലോക്കൽ പോലീസ് അന്താളിച്ച് നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ വളഞ്ഞിട്ടടിക്കുന്ന, താഴത്ത് വീണുകിടക്കുന്ന പ്രതിഷേധിക്കുന്ന ചെറുപ്പക്കാരെ വളഞ്ഞിട്ട് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സ്ക്വാഡിലുള്ള ഉദ്യോഗസ്ഥർ അടിക്കുന്ന സംഭവം ഉണ്ടായത്. ഈ ദൃശ്യങ്ങളടക്കം വലിയ തോതിൽ ചർച്ചയായിട്ടുണ്ട്. ഒപ്പം തന്നെ അത് വലിയ വിവാദങ്ങൾക്ക് ഇടവരുത്തുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ തൊട്ടടുത്ത മണിക്കൂറുകൾ പിന്നെ വലിയ പ്രതിഷേധങ്ങൾക്കാണ് ആലപ്പുഴ വേദിയായത്. കൈതവര ജംഗ്ഷനിലേക്ക് കടന്ന മുഖ്യമന്ത്രിയുടെ ബസ്സിന് നേരെ KSU പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഒരുപോലെ പ്രതിഷേധിച്ചുകൊണ്ട് അവർ കരിങ്കൊടി ഉയർത്തി. അവിടെയും പോലീസും ഒപ്പം തന്നെ DYFI പ്രവർത്തകരും ഒരുമിച്ചാണ് ഈ പ്രവർത്തകരെ നേരിട്ടത്. തൊട്ടടുത്ത് തന്നെ ഉണ്ടായത് KPCC ജനറൽ സെക്രട്ടറി ജോബിന്റെ വീട്ടിലേക്ക് ഈ പ്രവർത്തകർ എത്തുകയും അവരെ ആ വീട് അടിച്ച് തകർക്കുകയും ചെയ്തു. രോഗാവസ്ഥയിലുള്ള ഭാര്യയെ കട്ടിലിൽ നിന്ന് വലിച്ചു താഴെയിട്ടു അടക്കമുള്ള ഗുരുതരമായ ആരോപണവും അവർ ഉന്നയിക്കുന്നുണ്ട്. ഈ സംഭവത്തിൽ ഒരാളെ മാത്രം, അതായത് പോലീസിന്റെ മൂക്കിൻ തുമ്പിൽ നടന്ന സംഭവത്തിൽ ഒരാളെ മാത്രം കസ്റ്റഡിയിലെടുക്കാൻ മാത്രമേ ഇതുവരെ വീട് ആക്രമിച്ച സംഭവത്തിൽ പോലീസിന് കഴിഞ്ഞിട്ടുള്ളൂ. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് നവകേരള സദസ്സ് 2ാം ദിനത്തിലേക്ക് കടക്കുന്നത്. ഇന്ന് ആദ്യം മാവേലിക്കര മണ്ഡലത്തിലാണ് ആദ്യ പരിപാടി നടക്കുക. മാവേലിക്കര മണ്ഡലത്തിൽ ആദ്യ പരിപാടി നടക്കുക. അവിടെ മുഖ്യ പ്രതിനിധികളുമായി, സ്ഥലത്തെ പ്രധാന ആളുകളുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച ഇപ്പോൾ ആരംഭിക്കും. ഒപ്പം തന്നെ പിന്നീട് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഉണ്ടാവുമെന്നുള്ള, ഇതിനകത്ത് മറുപടി പറയുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. കാരണം നമുക്കറിയാം ജീവൻ രക്ഷാ മാർഗമെന്നൊക്കെ പറഞ്ഞ ആളുകളാണ്. അതിൽ എത്രമാത്രം ഈ ചെറുപ്പക്കാരെ തല്ലിയതിൽ മറുപടി ഉണ്ടാകും എന്നുള്ളതൊക്കെ ഇനി കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും മാവേലിക്കരയിലെ ഒരു പശ്ചാത്തലം നമുക്കറിയാം. മാവേലിക്കരയിലും വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. മാവേലിക്കര മാവേലിക്കര ഹൈസ്കൂളിന്റെ മതിൽ പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട നഗരസഭയും CPM പ്രവർത്തകരും ഒക്കെയായി തമ്മിലുണ്ടായ സംഘർഷവും ദിവസങ്ങൾക്കുള്ളിൽ മതിലുകൾ പലതവണ അപ്രത്യക്ഷമായ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ കനത്ത പോലീസ് സന്നാഹത്തിലാണ് മാവേലിക്കര സ്കൂളിന്റെ വേദി, നവകേരള സദസ്സ് നടക്കുന്ന വേദി. അതിനുശേഷം പിന്നീട് മാവേലിക്കരയിൽ നിന്നും കായംകുളത്തേക്കാണ് എത്തുക. കായംകുളത്ത് നിന്നും ചെങ്ങന്നൂരിൽ പര്യടനം പൂർത്തിയാക്കി ഇന്ന് ആലപ്പുഴ ജില്ലയിൽ നിന്നും നവകേരള സദസ്സ് പത്തനംതിട്ട ജില്ലയിലേക്ക് വൈകിട്ടോടുകൂടി കടക്കും. എന്തായാലും പ്രതിഷേധങ്ങൾ വലിയ തോതിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് KPCC ജനറൽ സെക്രട്ടറിയുടെയും KSU പ്രവർത്തകരെയും ഒക്കെ വീടാക്രമിക്കുകയും വളഞ്ഞിട്ട് തല്ലുകയും ഒക്കെ ചെയ്ത സംഭവം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ പ്രതിഷേധങ്ങൾക്ക് ഇന്നും ശക്തി പകരാനാണ് സാധ്യത. ശരി. നവകേരള സദസ്സ് ഇന്ന് പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കും. ചെങ്ങന്നൂർ നിയോജക മണ്ഡലത്തിലെ പര്യടനം പൂർത്തിയാക്കിയാണ് തിരുവല്ലയിൽ പ്രവേശിക്കുക. തിരുവല്ല SS സ്കൂൾ ഗ്രൗണ്ടിൽ തയ്യാറാക്കിയ പ്രത്യേക പന്തലാണ് ജില്ലയിലെ ആദ്യ നവകേരള സദസ്സ് നടക്കുക. ഉച്ചയ്ക്ക് 2 മണിക്ക് മുതൽ തന്നെ പരാതികൾ സ്വീകരിച്ചു തുടങ്ങുമെന്ന് ജില്ലാ കളക്ടർ ഷിബു അറിയിച്ചു. 17-ാം തീയതി ആറന്മുള, റാന്നി, കോന്നി, അടൂർ മണ്ഡലങ്ങളിൽ നവകേരള സദസ്സ് പൂർത്തിയാക്കും. വയനാട് വാഗേരിയിൽ കർഷകന്റെ ജീവനെടുത്ത കടുവയ്ക്കായുള്ള തെരച്ചിൽ 7ാം ദിവസവും തുടരുന്നു. കുങ്കിയാനകളടക്കം പ്രദേശത്തെത്തിച്ചാണ് തെരച്ചിൽ നടത്തുന്നത്. കടുവ വനംവകുപ്പിന്റെ നിരീക്ഷണ വലയത്തിലാണെന്നും ഉടൻ പിടിയിലാകുമെന്നും
ഉത്തരമേഖല CCF വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതേസമയം സമീപ പ്രദേശത്ത് കടുവയുടെ പുതിയ കാൽപ്പാടുകൾ കണ്ടത് പ്രദേശത്ത് ആശങ്ക വർദ്ധിപ്പിക്കാൻ കാരണമായി. വിവരങ്ങളുമായി ജിൻസ് തോട്ടുംകര ചേരുന്നു. ജിൻസ്, ഇതിപ്പോൾ കടുവ നിരീക്ഷണ വലയത്തിലാണ് എന്ന് പറയുന്നു. കുങ്കിയാനകൾ അവിടെയുണ്ട്, മറ്റ് സകല സംവിധാനങ്ങളും അവിടെ എത്തിച്ചിട്ടുമുണ്ട്. പെട്ടെന്ന് പിടിയിലായേക്കുമോ? അങ്ങനെ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്ക് വനംവകുപ്പ് കടന്നേക്കുമോ? രഞ്ജിനി, കടുവയ്ക്കുള്ള തെരച്ചിൽ 7ാം ദിവസവും തുടരുകയാണ്. കടുവയെ കണ്ടെത്താനായി സർവ്വസന്നാഹങ്ങളോടും കൂടിയാണ് വനംവകുപ്പ് നിലവിൽ പരിശോധന നടത്തുന്നത്. ഇന്നലെ തെരച്ചിൽ നടത്തിയെങ്കിലും ഫലം കണ്ടെത്താനായില്ല. എന്തായാലും കടുവ വനംവകുപ്പിന്റെ നിരീക്ഷണത്തിലാണ്, ഈ സ്ഥലത്ത് തന്നെയാണ് ഉള്ളത്. അനുയോജ്യമായ സന്ദർഭത്തിൽ ഇതിനെ വെടിവെക്കും എന്നുള്ള കാര്യമാണ് കഴിഞ്ഞ ദിവസം ഉത്തരമേഖല CCF KS ദീപ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഈ ഇന്നലെ നിരീക്ഷണ ക്യാമറയിലും അതുപോലെ തന്നെ കാൽപ്പാടുകളും കടുവയുടേതാണെന്ന് കണ്ടെത്തുകയുണ്ടായി. നിലവിൽ ഈ കടുവയെ പിടികൂടുന്നതിനായി ഈ പ്രദേശത്ത് 3 കൂടുകളും 25 ക്യാമറ ട്രാപ്പുകളുമാണ് ഈ പ്രദേശത്ത് സ്ഥാപിച്ചിട്ടുള്ളത്. മയക്കുവെടി വിദഗ്ധനായിട്ടുള്ള അരുൺ സക്രിയയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘവും ഈ സ്ഥലത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ഈ കടുവയെ പിടികൂടാനുള്ള ഒരു നടപടിയിലേക്ക് പോകുന്നത്. ഇന്നലെ ഇരുട്ട് വീണതോടെ തെരച്ചിൽ അവസാനിപ്പിച്ചെങ്കിലും രാത്രിയിൽ ഈ പെട്രോളിങ്ങും അതുപോലെ തന്നെ ഡ്രോൺ അടക്കമുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വനംവകുപ്പ് ഈ പരിശോധന നടത്തുന്നത്. ഇന്നും ഡ്രോൺ ഉൾപ്പെടെയുള്ള സംവിധാനം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മുത്തങ്ങ ആനപ്പന്തിയിൽ നിന്ന് വെച്ച 2 കുങ്കിയാനകളെയും ഇതിനായി ഉപയോഗിക്കുന്നുണ്ട്. 2 ഭാഗങ്ങളിലായാണ് ഇവ പരിശോധന നടത്തുന്നത്. നിലവിൽ ഇവിടെ നിരോധനാജ്ഞ നീട്ടിയിട്ടുണ്ട്. പ്രദേശവാസികളോട് സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് മാറിപ്പോകാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ 7ാം ദിവസമായിട്ടും കടുവയെ പിടികൂടാനാകാത്തതിൽ വലിയ ഒരു പ്രതിഷേധം നിലനിൽക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. പ്രധാനമായും ക്ഷീര കർഷകരും അതുപോലെ തന്നെ സാധാരണ കർഷകരുമാണ്. അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. പശുവിന് പുല്ലരിയുന്നതിനോ മറ്റുള്ള ആവശ്യങ്ങൾക്ക് പോലും ജനങ്ങളുടെ ജീവിതത്തെ സ്വര്യമായി ബാധിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ കടുവയെ പിടികൂട്ടണമെന്നുള്ള ഒരു ആവശ്യവും പ്രതിഷേധവും നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ജനങ്ങളുടെ പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഈ കടുവയെ പിടികൂടാനുള്ള ഊർജിത നീക്കമാണ് വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. ശരി. വയനാട്ടിൽ കടുവയാണെങ്കിൽ പാലക്കാട് ധോണി നിവാസികളുടെ ഉറക്കം കെടുത്തുന്നത് പുലിയാണ്. ധോണിയിൽ ഇറങ്ങിയ പുലിയെ പിടികൂടാനായി കൂട് സ്ഥാപിച്ചു. പ്രദേശത്ത് കണ്ട കാൽപ്പാടുകൾ പുലിയുടേതാണെന്ന് വനംവകുപ്പ് കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചതോടെ ആശങ്കയിലാണ് നാട്ടുകാർ. ഇടവേള. കരുവന്നൂർ കേസിൽ ED പിടിച്ചെടുത്ത ബാങ്ക് രേഖകൾ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് തൃശൂർ ക്രൈംബ്രാഞ്ച് യൂണിറ്റ് നൽകിയ ഹർജി കൊച്ചിയിലെ PMLA പ്രത്യേക കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. നിലവിൽ നടക്കുന്ന അന്വേഷണം പൂർത്തിയാക്കാൻ രേഖകൾ വിട്ടുകിട്ടണമെന്നാണ് ആവശ്യം. ആവശ്യമായ രേഖകൾ എന്തെന്ന് വ്യക്തമാക്കണമെന്ന് ക്രൈംബ്രാഞ്ച് കോടതിക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതേസമയം അന്വേഷണത്തിന്റെ ഭാഗമായി കസ്റ്റഡിയിലെടുത്ത രേഖകൾ വിട്ടു നൽകണമെന്ന ഹർജി അപക്വമാണെന്ന നിലപാടിലാണ് ED. ക്രൈംബ്രാഞ്ചിന് ആവശ്യമായ വിവരങ്ങൾ കൈമാറാമെന്നും ED വ്യക്തമാക്കിയിരുന്നു. വണ്ടിപ്പെരിയാറിലെ ബാലികയുടെ കൊലപാതകത്തിൽ പ്രതിയെ കുറ്റവിമുക്തനാക്കിയ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുമ്പോൾ വിഷയം സംസ്ഥാന തലത്തിൽ കൂടുതൽ ചർച്ചയാവുകയാണ്. വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും സാമൂഹ്യ സംഘടനാ പ്രവർത്തകരും വണ്ടിപ്പെരിയാറിലെത്തി മാതാപിതാക്കളെ സന്ദർശിക്കുമെന്നാണ് വിവരം. തെളിവുകളെല്ലാം കൃത്യമായി കോടതിയിൽ ഹാജരാക്കിയെന്നും പ്രതി അർജുൻ തന്നെയാണെന്നുമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോഴും ആവർത്തിച്ചു പറയുന്നത്. വിധി റദ്ദാക്കുന്നതിനാവശ്യമായ അപ്പീൽ ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് പോകുവാനുള്ള നീക്കങ്ങളാണ് പ്രോസിക്യൂഷനും മുന്നോട്ട് വയ്ക്കുന്നത്. കൊച്ചിയിൽ അമ്മയും സുഹൃത്തും ചേർന്ന് കൊലപ്പെടുത്തിയ 1.5 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ സംസ്കാരം ഇന്ന് പോലീസ് നടത്തും. മൃതദേഹം ആരും ഏറ്റെടുക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് തീരുമാനം. നിലവിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് മൃതദേഹം. രാവിലെ 11 മണിക്ക് ശേഷം നഗരസഭയുടെ കീഴിലുള്ള പുല്ലേപ്പടി പൊതുശ്മശാനത്തിലാണ് സംസ്കാരം. കുട്ടിയുടെ അമ്മ അശ്വതിയുടെ ആദ്യ ഭർത്താവായ ആലപ്പുഴ സ്വദേശിയെ പോലീസ് സമീപിച്ചെങ്കിലും മൃതദേഹം ഏറ്റെടുക്കാൻ തയ്യാറായില്ലെന്നാണ് മറുപടി ലഭിച്ചത്. അതേസമയം കേസിൽ പ്രതികളായ അശ്വതിയെയും ഷാനിഫിനെയും തെളിവെടുപ്പിനായി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്. മലപ്പുറം മഞ്ചേരിയിൽ ഓട്ടോയിൽ ബസ്സിടിച്ച് 5 പേർക്ക് ദാരുണാന്ത്യം. ഒരു കുടുംബത്തിലെ 4 പേരും ഓട്ടോ ഡ്രൈവറുമാണ് മരിച്ചത്. കർണാടകത്തിൽ നിന്നും ശബരിമലയിലേക്ക് പോയ തീർത്ഥാടകരുടെ ബസ്സാണ് ഓട്ടോയിലിടിച്ചത്. മഞ്ചേരി കിഴക്കേത്തലയിൽ നിന്ന് പുല്ലൂരിലേക്ക് പോവുകയായിരുന്ന ഓട്ടോ ആണ് അപകടത്തിൽപ്പെട്ടത്. ഓട്ടോ ഡ്രൈവർ അബ്ദുൾ മജീദ്, മുഹസിന, സഹോദരി തസ്നീമ, തസ്നീമയുടെ മക്കളായ 7 വയസ്സുകാരി മോളി,
3 വയസ്സുകാരി റൈസ എന്നിവരാണ് മരിച്ചത്. ഇവർക്ക് ഒപ്പമുണ്ടായിരുന്ന സാബിറ, 11 വയസ്സുകാരൻ മുഹമ്മദ് നിഷാദ്, 4 വയസ്സുകാരി ആസ ഫാത്തിമ, മുഹമ്മദ് അസാൻ, റൈഹാൻ എന്നിവരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവിടെ എത്തിയതിന് മുമ്പ് തന്നെ ഈ സ്ത്രീ മരണപ്പെട്ടില്ല. ഈ ഓട്ടോ ഡ്രൈവർക്ക് അതീവ ഗുരുതരാവസ്ഥയാണ് ഇവിടെ എത്തിയിട്ടാണ് മരണപ്പെട്ടത്. പിന്നെ 2 പേരെ ഗുരുതരായിട്ട് വരുമ്പ ഹോസ്പിറ്റലിൽ എന്താണ് അവസ്ഥ എന്ന് ഡെത്തായെന്ന് പറയുന്നുണ്ട്. ഇവിടെ എത്തിയപ്പോൾ ഇവിടെ എത്തിയതിനു ശേഷമാണ് ഈ ഡ്രൈവറും ഈ കുട്ടിയും മരണപ്പെട്ടത്. ഇറക്കം ഇറങ്ങി വന്ന ബസ്സാണ് ഓട്ടോയിലേക്ക് ഇടിച്ചു കയറിയത്. പിഴവ് ആരുടെ ഭാഗത്താണെന്ന് ഇപ്പോൾ പറയാനാവില്ലെന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി. സംയുക്തമായിട്ട് പരിശോധന ഉണ്ട്. അവിടെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുമോ, ഇനിയിപ്പോൾ എന്തെങ്കിലും ഇവിടെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മാറ്റാനുള്ള എന്തൊക്കെ ചെയ്യാൻ പറ്റും, അവിടെ വേറെ ആക്സിഡൻസ് ഉണ്ടാവാൻ മാറ്റങ്ങൾ. മൃതദേഹങ്ങൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അപകട കാരണം സംബന്ധിച്ച് മോട്ടോർ വാഹന വകുപ്പുമായി ചേർന്ന് പോലീസ് സംയുക്ത പരിശോധന നടത്തും. അപകടമുണ്ടാക്കിയ ബസിന്റെ ഡ്രൈവറെ മഞ്ചേരി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. തീർത്ഥാടകരെ മറ്റൊരു വാഹനത്തിൽ ശബരിമലയിലേക്ക് അയച്ചു. ന്യൂസ് 18 മലപ്പുറം. ശബരിമലയിൽ തിരക്ക് തുടരുന്നു. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. മിൽമ, കേരളം കണികണ്ടുണരുന്ന നന്മ. ശബരിമലയിൽ തിരക്ക് തുടരുകയാണ്. പോലീസിന്റെ കണക്ക് പ്രകാരം കഴിഞ്ഞ ദിവസം 86,408 തീർത്ഥാടകരാണ് 18-ാം പടി കയറിയത്. ഇന്നും നാളെയും 1,00,000-ഓളം തീർത്ഥാടകർ സന്നിധാനത്തെത്തുമെന്ന കണക്കുകൂട്ടലാണ് ദേവസ്വം ബോർഡ്. അവധി ദിവസങ്ങളിൽ ഉണ്ടായേക്കാവുന്ന തിരക്ക് മുന്നിൽ കണ്ട് ആവശ്യത്തിന് ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ഈ പരിപാടി